രാജ്യത്തെ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വില വർധനയ്ക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും കട്ടപ്പന ടൗണിൽ നടത്തിയത്. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. $100 താഴേക്ക് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇനിയും വില വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ 4 കൊല്ലക്കാലമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിലവർദ്ധനവും ഉണ്ടായിരുന്നില്ല. ഇനി വരാനിരിക്കുന്ന 4 കൊല്ലക്കാലത്തേക്ക് ഇന്ത്യയുടെ മണ്ണിൽ ഒരിടത്തും തെരഞ്ഞെടുപ്പ് നടക്കാനില്ല എന്നുള്ളതുകൊണ്ട് ഏത് ഭാരവും ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാം. അതിനുള്ള ലൈസൻസ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട് എന്ന് ഏറ്റവും വികൃതമായൊരു ധാരണ, ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവസരം ആഗ്രഹിക്കാം. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി, ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, നേതാക്കളായ ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമക്കൽ, ജോസ് ആനക്കല്ലി, ബിനോയ് വെണ്ണിക്കുളം, CM തങ്കച്ചൻ, പ്രശാന്ത് രാജു, PS മേരിദാസൻ, റൂബി വേഴാമ്പത്തോട്ടം, KT ജയൻ, സന്തോഷ് ഓലിനാൽ, ലിസി ജോണി, ഷമജ് കെ ജോർജ്, ജോസ് കലേത്തനാൽ, PS രാജൻ കാലാച്ചിറ, ജോർജ് കുട്ടി നടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.